എല്ലാരും സുഖമായിട്ടിരിക്കണോ? എല്ലാരും സുഖമായിട്ടിരിക്കണോന്ന് വിചാരിക്കണു. ഞാനും അജീഷ് ചേട്ടനും ഇവിടെ സുഖമായിട്ടിരിക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? നമ്മൾ വെല്ലിംഗ്ടൺ പോയ വീഡിയോ കണ്ടിരുന്നോ? അതിന്റെ ഒരു പാർട്ട് അപ്ലോഡ് ചെയ്യാനാട്ടോ സമയം കിട്ടിയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മീൻസ് വെല്ലിംഗ്ടണിലെ ബാലൻസ് പാർട്ടായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അങ്ങനെ പിന്നെന്താണ് അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് ഡിസംബർ 31 ആണ്. ഡിസംബർ 31 അങ്ങനെ നമ്മൾ 2023 അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ. അപ്പം കുറേ ആൾക്കാർക്ക് 2023 ഒരു ബെസ്റ്റ് ഇയർ ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. കുറേ പേർക്ക് ഒരു മിക്സഡ് വേർഷൻ ആയിരിക്കും. പിന്നെ ചിലവർക്ക് 2023 അങ്ങനെ വലിയ ഇതില്ലാത്ത ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ അപ്പൊ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു 2023 എന്ന് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അജീഷ് ചേട്ടൻ പറയും അജീഷ് ചേട്ടന്റെ 2023 എങ്ങനെയുണ്ടായിരുന്നു, ബെസ്റ്റ് തിങ്സ് എന്തൊക്കെയായിരുന്നു, ഗുഡ് തിങ്സ് എന്തൊക്കെയാണ് അജീഷ് ചേട്ടന്റെ ലൈഫിൽ സംഭവിച്ചേക്കണത്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ സംഭവിച്ചേക്കണത്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ബാഡ് തിങ്സ്, അജീഷ് ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ബാഡ് തിങ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അജീഷ് ചേട്ടൻ ഫസ്റ്റ് പറയുന്നതാണ്. ഞാൻ വീഡിയോ പിടിക്കട്ടെ? അപ്പൊ അജീഷ് ചേട്ടന്റെ ഇതിലുള്ള ബെസ്റ്റ് തിങ്സ് ആൻഡ് ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ് എന്തൊക്കെയായിരുന്നു 2023 ഉണ്ടായിരുന്നത് എന്ന് പറയാൻ പോവാണ്. 2023 ഗുഡ് ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് ഒരു മാർച്ചിൽ ഇവിടെ എത്തി. ഇപ്പം ഡിസംബർ ഇത്ര നാളിവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, വലിയ തട്ടുകേടൊന്നും ഇല്ലാണ്ട്. പിന്നെ ബെസ്റ്റ് തിങ്സ് പറയാനുള്ളത് യാത്രകൾ. നമ്മൾ ഇപ്പം ടൈം ലിമിറ്റഡ് ആണെങ്കിൽ പോലും, ടൈം ലിമിറ്റഡ് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ജോലിയുണ്ട്. രണ്ടുപേരും ഈ പണ്ട് ഈ സിനിമയിലൊക്കെ പറയുമ്പോൾ പട്ടിപ്പണിയും പിച്ചക്കാശും പദവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ന്യൂസിലൻഡിലാണ്. പിന്നെ പണിക്കാണെങ്കിൽ ഒരു കുറവില്ല, കിട്ടുന്ന ഷിഫ്റ്റൊക്കെ ചാടിപ്പിടിക്കും, ടിപ്പിക്കൽ മലയാളി എന്ന് പറയും പോലെ. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റ് ലൈഫിന്, നമ്മുടേതായ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തി നമ്മൾ ട്രിപ്പ് പോകുന്നു. ഇപ്പോൾ വെല്ലിംഗ്ടൺ പോയി, ഓക്ലൻഡ് പോയി. ഇപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ പോകാത്തവരുണ്ട്, ഓക്ലൻഡ് പോലും കാണാത്തവരുണ്ട്. ആകെ വന്നപ്പോൾ എയർപോർട്ട് കണ്ടല്ലാണ്ട് വർഷങ്ങളായിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മോശം പാർട്ട് എന്ന് പറയാനുള്ളത് നമ്മൾ 5 കൊല്ലം ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് വിട്ട് കൂട്ടുകാർ കമ്പനി അങ്ങനെ അടിച്ച് നടന്നിട്ട് അവിടുന്ന് ഇങ്ങ് പോരുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫാമിലി ലൈഫ് ആകുമ്പം നമ്മൾ എന്നും ബാച്ചുലറായിരിക്കാന്ന് വ്യാമോഹിക്കുന്നത് ശരിയല്ലോ. സോ അങ്ങനെ അതൊരു മോശം ഇതേ ഉള്ളൂ. ബാക്കി എങ്ങനെയൊക്കെ നോക്കിയാൽ 2023 ഒരു നല്ല വർഷമാണ്. നല്ല വർഷം, തിരക്കില്ലാത്തൊരു വർഷമാണ് കമ്പാരിറ്റീവ്ലി. അപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗുഡ് തിങ്സ് എന്തൊക്കെയായിരുന്നു, ബാഡ് തിങ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഗുഡ് തിങ്സ് എന്ന് പറയുന്നത് അജീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ച് കല്യാണം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒക്ടോബറിലായിരുന്നു ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ജനുവരിയിൽ അജീഷ് ചേട്ടന് വിസ കിട്ടി. പക്ഷെ അജീഷ് ചേട്ടൻ ദുബായിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ദുബായിൽ നിന്ന് അവിടുന്ന് റിസൈൻ ചെയ്ത് ഇവിടെ എത്താൻ കുറച്ച് ഡിലേ വന്നു. അപ്പം അങ്ങനെ അജീഷ് ചേട്ടനോട് മാർച്ചിൽ വന്നു. അപ്പം ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ളൊരു ഗുഡ് തിങ് എന്ന് പറയുന്നത് ജനുവരിയിൽ വിസ കിട്ടി, മാർച്ചിലൂടെ എത്തിപ്പെട്ടു എന്നതാണ് കേട്ടോ എനിക്കൊരു ഗുഡ് തിങ് ആയിട്ട് തോന്നണത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും ഞാനിവിടെ 6 വർഷമായി ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്നിട്ട്, പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ പോകാൻ പറ്റി. പിന്നെ ലൈഫിൽ കുറച്ച് മീനിങ് ആയി എന്ന് തോന്നിക്കാൻ പറ്റി. അതല്ലെങ്കിൽ ജോലി വീട് എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരു ഇതേ ഉള്ളൂ. എനിക്കിവിടെ തൊട്ടടുത്ത കടകൾ പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. അപ്പം
കുറച്ച് മീനിങ് ആയി, ലൈഫ് മീനിങ് ആയി എന്ന് എനിക്ക് തോന്നി. അതാണ് ഒരു ഗുഡ് തിങ് എന്ന് പറയാനുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോൾഡായി. അത് കല്യാണം കഴിച്ചുകൊണ്ട് ബോൾഡ് ആയതല്ല കേട്ടോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബോൾഡ് ആകും എന്നൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷേ സിറ്റുവേഷൻസ് നമ്മളെ ബോൾഡ് ആക്കുന്നതാണ്. പിന്നെ ചിലവർ പറയും റെസിഡൻസ് കിട്ടി, ഒരു കാലം നിൽക്കാൻ പറ്റി, അപ്പൊ അവർക്ക് അഹങ്കാരമായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നണില്ല. അങ്ങനെ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയല്ല അതാണ് ഞാൻ. അപ്പോൾ അങ്ങനെയല്ല. പക്ഷെ ലൈഫിലുള്ള ഓരോ സിറ്റുവേഷൻസ് നമ്മളെ ബോൾഡ് ആക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ തന്നെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒന്നും അറിയില്ലാത്തൊരു വ്യക്തികളായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കുറച്ച് ബോൾഡ്നെസ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ എനിക്കും ഞാൻ കുറച്ച് ബോൾഡായി മീൻസ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിൽ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാനെന്ന് പറയുന്ന വ്യക്തി. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 2020 ഈ വർഷം 2023 എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, കുറച്ച് ബോൾഡായി എന്ന് എനിക്ക് തോന്നി. ഓവർ ബോൾഡ്നെസ് അല്ല, കുറച്ച് ബോൾഡായി എന്ന് തോന്നി. പിന്നെ എന്താണ്, പിന്നെ ഇതൊക്കെയാണ് ഗുഡ് തിങ്സ് എന്ന് പറയണത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, കുറച്ച് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മരത്തിന്റെ ചോടാണ് കേട്ടോ. അപ്പൊ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കുറച്ച് ബോൾഡായി. പിന്നെ ഇപ്പം അല്ലെങ്കിൽ ഞാൻ എല്ലാ ആൾക്കാരെയും കുറേ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ ആരെങ്കിലും ഒരു കുറച്ച് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടുതലായിട്ട് ഞങ്ങൾ വിശ്വസിച്ച് ഭയങ്കരമായിട്ട് ഞാൻ ആത്മാർത്ഥത കാണിക്കും. പക്ഷേ അതൊക്കെ നല്ലതല്ല. അങ്ങനെ എല്ലാവരും അങ്ങ് എന്നെ പോലെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുക അത് നല്ലതല്ല എന്നുള്ള കാര്യം പാഠം പഠിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കൈ അകലം അല്ലെങ്കിൽ 2 കൈ അകലം ഇടാൻ അത് നല്ല കാര്യമാണ്. ഓക്കെ, ഒരർത്ഥത്തിൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതൊരു ഗുഡ് തിങ് ആണ്, എൻ്റെ ലൈഫിൽ ഒരു നല്ല കാര്യമാണ്. ഓക്കെ, അതൊക്കെയാണ് ഗുഡ് തിങ്സ് എന്ന് പറയുന്നത്. ബാഡ് തിങ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, ബാഡ് തിങ്സ് എന്ന് പറയാൻ തക്കതായിട്ടുള്ള ഒരു കാര്യമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഗുഡ് തിങ്സിൽ ഒരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഡിലേ വരുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിലേ വരുത്തിയിട്ടുള്ള മീൻസ് അത് തീരുമാനം എടുക്കണം, പക്ഷെ ഞാൻ ഡിലേ വരുത്തിക്കൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഡിലേ വരുത്തും. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ ചില കാര്യങ്ങളിൽ എന്താ സംഭവിച്ചത്, ഞാൻ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തു. ഡിലേ വരുത്തിയില്ല, കുറെ എക്സ്ക്യൂസസ് അതിലുണ്ടാക്കി. അതെങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ പറയാ, കുറച്ച് ഡിസിഷൻസ് എല്ലാം തന്നെ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് തന്നെ എടുത്തു. കുറച്ച് ലേറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും എടുത്തു ഞാൻ. അങ്ങനെയൊക്കെ പിന്നെ എന്താണ് അപ്പൊ പിന്നെ ഗുഡ് തിങ്സ് എന്ന് പറയാന് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എനിക്ക് മാറാൻ പറ്റി. ചെയ്തോണ്ടിരുന്ന ജോലി ഇഷ്ടമല്ല എന്നല്ല, ചെയ്തോണ്ടിരുന്ന ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും ആ ജോലിയിൽ ഞാനൊരു 6 വർഷമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും മടുപ്പ് തോന്നും, അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ സാധനത്തിന് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള മടുപ്പ് തോന്നും. അങ്ങനെ ശരിക്കും അങ്ങനെ മടുപ്പൊന്നും തോന്നാറില്ല, അത് വേറെ സത്യം. പക്ഷെ എന്നാലും എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫീൽഡിലേക്ക് മാറാൻ പറ്റി. അതൊക്കെയായിരുന്നു എൻ്റെ ഗുഡ് തിങ്സ് 2023 ഉണ്ടായിരുന്നത്. ബാഡ് തിങ്സ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ ബാഡ് തിങ്സ് എന്ന് പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യങ്ങളും 2023 സംഭവിച്ചില്ല. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ 2023 എന്ന് പറയുന്ന വർഷം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% ഹാപ്പി ആയിരുന്നു. ഞാൻ 20% അത്ര നല്ല ഹാപ്പി അല്ലായിരുന്നു. ബിക്കോസ് ഓഫ് ചിലപ്പോൾ വർക്ക് സ്ട്രെസ്, അങ്ങനെ. ഫാമിലി ലൈഫ് ഓക്കെ ആയിരുന്നു, ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഒരു മീനിങ് ഫുൾ ആയി എന്ന് തോന്നിയ ഒരു വർഷമാണ് 2023 കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഫാമിലി ലൈഫ് ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു ഞാൻ. പക്ഷെ വർക്ക് സ്ട്രെസ് നല്ലതുപോലെ അനുഭവിച്ചൊരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 80% ഞാൻ ഹാപ്പി ആയിരുന്നു, 20% കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെന്താണ് അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഓവറോൾ 2023 എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത്
അജീഷ് ചേട്ടനും എനിക്ക് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹാപ്പി ആയിട്ട് ഞങ്ങള് മാരീഡ് ലൈഫ് ഞങ്ങള് എൻജോയ് ചെയ്തു. വർക്ക് ലൈഫ് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ 2023 എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ 2024 നമ്മൾ വരവേൽക്കാൻ വേണ്ടിട്ട് പോവാണല്ലേ, കാലെടുത്ത് വെക്കാൻ വേണ്ടിട്ട് പോവാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. അജീഷിന്റെ എക്സൈറ്റഡ് ആണോ? പിന്നെ അല്ലാതെ നമ്മൾ അടുത്താണ് പൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ വില്ലിംഗ്ടണിലുള്ള ബാലൻസ് ട്രിപ്പിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇടാട്ടോ. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക 2023. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാരും അടിച്ചു പൊളിക്ക് തകർത്തു പോയ മക്കളെ, എല്ലാരും പൊളിച്ചടക്ക്. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. അപ്പൊ അതുവരെ ബൈ ഫ്രം അജീഷ് ആൻഡ് ബൈ ഫ്രം ജീനു. ഞങ്ങൾ രണ്ടുപേരുടെയും മോഹം കുറച്ച് ഇന്ന് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇതായിട്ടിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. രണ്ടുപേരും എന്റെ ഉറക്കം ശരിയായില്ല, നൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് കുറച്ചു നേരം മണിക്കൂർ ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വല്ലാത്ത ജാതിയായിട്ട് തിന്നു. അതുകൊണ്ട് വയറ് നല്ലോണം ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്. അവിടെ നല്ലോണം ക്ഷീണം വരുന്നുണ്ട്, കിടന്ന് ഉറങ്ങാനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പോട്ടെ. അപ്പൊ എല്ലാവരും 2023 ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുക. എല്ലാവരുടെയും ലൈഫിൽ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2024 നമുക്ക് അടിച്ചു പൊളിക്കാൻ തകർത്ത് വരാം ഒരുമിച്ച്. അപ്പൊ നമുക്ക് പൊളിച്ചടക്കാം. അപ്പൊ ബൈ ഫ്രം അജീഷ്, ബൈ ഫ്രം ജീനു, ബൈ.